ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ദാ ഈ ഈ ലൈറ്റാണ്. നിങ്ങൾ എല്ലാവരും തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു സാധനം പരിചയപ്പെടുത്തി തരണ്ടേ? അപ്പം ഇതൊരു ട്രൈപോഡാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒരു ട്രൈപോഡാണ്. ഇതിൽ നമുക്ക് ഇപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും തന്നെ ഒരുപാട് റീൽസ് ചെയ്യുന്നുണ്ട്. റീൽസ് 30 സെക്കൻഡുള്ള റീൽസ് ചെയ്യുന്നവരുണ്ട്, 60 സെക്കൻഡുള്ള റീൽസ് ചെയ്യുന്നവരുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു 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 അവർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണിക്കണ്ടേ. അപ്പം ഇതാണ് ആ സാധനം. ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. ഇതാണ് ആ സാധനം. ഇതിൽ ഒരു 3 തരത്തിൽ മറ്റേ ഇതിൻ്റെ ലൈറ്റ് കത്തും. നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാൻ പറ്റും, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിത് മൂവ് ചെയ്തുകൊണ്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിലാണ് നമ്മൾ മൊബൈൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്. ഇത് നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ ആണെങ്കിൽ തിരിച്ചിട്ട് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇത് തിരിച്ച് വേണമെങ്കിൽ ഇങ്ങനെ 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 തിരിച്ച് വെക്കാൻ പറ്റും. എന്നിട്ട് മൊബൈൽ വേണമെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ സൈസിൽ വെക്കാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ഹൊറിസോണ്ടൽ സൈസിൽ വെക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഏകദേശം ഒരു 6 അടിയോളം ഹൈറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിങ്ങനെ ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും. ഒരു 6 അടി, ഏകദേശം ഒരു 6 അടിക്ക് മേളിൽ ഹൈറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ താഴെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് അതിങ്ങനെ കുറച്ച് 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 കൊണ്ടുവന്നിട്ട് നമുക്കത് താഴോട്ടാക്കാൻ സാധിക്കും. കണ്ടോ, അതിപ്പോൾ ചെറുതായില്ലേ. അപ്പോൾ നമുക്കത് എത്രയും ചെറിയ സൈസ് വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പം ഏകദേശം ഈ ഒരു സൈസ് ഉണ്ട്. ഇനി അത് കുറച്ചുകൂടെ ഇതാക്കാൻ പറ്റും, വൈഡായിട്ട് കുറച്ച് നമുക്ക് അതിൻ്റെ സ്റ്റാൻഡാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് നമുക്കിത് പൊക്കാം, താക്കാം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ഓരോ തവണ ഇതാക്കുമ്പോഴും നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. ഇതുണ്ടല്ലേ, ഇത് ടൈറ്റ് ചെയ്യാം, ലൂസ് ചെയ്യാം, ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഇവിടെയാണ്. അതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഞാനത് ഈ ഒരു കയ്യിൽ ഇതെടുക്കുന്ന കാരണം കൊണ്ട്. പിന്നെ ഇതിൽ വരുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വയർ വരുന്നുണ്ട്. ആ വയറിൽ നമുക്ക് USB ടൈപ്പാണ് വരുന്നത്. USB ടൈപ്പ് ഇതാണ്. നമുക്ക് USB മൊബൈൽ ചാർജറെ വല്ലതും കണക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് കുത്തിയാൽ മതി, അത് നമുക്ക് ലൈറ്റ് കത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ വേറെ സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓണാക്കി കഴിയുമ്പോൾ അതിൻ്റെ സ്വിച്ചിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 3 ടൈപ്പ് സ്വിച്ച് വരുന്നുണ്ട്. ഇത് പവർ ഓൺ ചെയ്യുന്നതാണ്. നമ്മളത് സ്വിച്ച് കത്തിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വിച്ചിൽ കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതൊരു ബ്ലൂ കളർ ലൈറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളത് ഇവിടെ പവർ ഓൺ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ പവർ ഓൺ ചെയ്താൽ മതി, അപ്പോൾ ലൈറ്റ് കത്തും. ഇത് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുന്നത് ഈ പ്ലസ് ബട്ടണിലാണ്, ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നത് ഇതിലാണ്. പിന്നെ 3 രീതിയിൽ നമുക്ക് ബൾബ് കത്തിക്കാൻ പറ്റും. ഒരു വാം ലൈറ്റ് ഉണ്ടായിരിക്കും, ഒരു കൂൾ ലൈറ്റ് ഉണ്ടായിരിക്കും, പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ടൈപ്പ് ലൈറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ 3 ടൈപ്പും കത്തിക്കുന്നത് ഈ സ്വിച്ചിലാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഈ സാധനം നല്ലതാണ്, പക്ഷേ കുറേ ടൈം ഇത് വെച്ചിട്ട് നമ്മൾ വീഡിയോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് വീഡിയോസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലാണ്ട് ക്ലാരിറ്റി ഇല്ലാത്ത മൊബൈലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ നമ്മൾ മൊബൈൽ ഹോൾഡ് ചെയ്തിട്ട് ലൈറ്റ് കത്തിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ നമ്മുടെ ഫേസ് കാണാൻ സാധിക്കും. നല്ല ക്ലാരിറ്റി ആയിരിക്കും ഓരോ വീഡിയോസ്. ഞാൻ എടുക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തേക്കുന്നത് ഇത് വെച്ചിട്ടാണ്. പക്ഷേ വേറൊരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് നേരം ഒരു ലൈവിലിരിക്കുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ കണ്ണിൻ്റെ തൊട്ടടുക്ക് കൊണ്ടുവച്ചിട്ട് നമ്മളത് കത്തിച്ച് വെച്ചുകൊണ്ടിരുന്ന വീഡിയോസ് ചെയ്യരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു സജഷൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണിന് വേദന എടുക്കാൻ ചാൻസ് ഉണ്ട്. കണ്ണിന് നല്ല വേദന എടുക്കുമ്പോഴാണ്, എൻ്റെ അനുഭവത്തിന് വിളിച്ചതിൽ പറഞ്ഞാണ്. ഞാനിത് ചെറിയ റീൽസ് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോസ് ചെയ്യാനും വേണ്ടിയൊക്കെ മാത്രമേ ഞാനിത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾ അങ്ങനെ 450 രൂപ സംതിങ് വില വരുന്നുള്ളൂ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ ഈ സാധനം കിട്ടുന്നുണ്ട്. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഫ്ലിപ്കാർട്ടിൽ പോയിട്ട്
നമ്മുടെ എന്താ പറയുക ടൈപ്പോഡ് വിത്ത് ബൾബെന്നോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി, തീർച്ചയായിട്ടും അത് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോസൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ച് വെച്ചിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ സെൽഫി സ്റ്റിക്ക്, മൈക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ കാണിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിക്കുന്നു, സബ്സ്ക്രൈബ് പ്രതീക്ഷിക്കുന്നു, എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.